ഓക്കെ, നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാം. ആക്ച്വലി ഇന്ന് കുറേ മുമ്പ് മുമ്പ് ചെയ്യുമായിരുന്നു ഞാൻ ഈ ഒരു മെത്തേഡിൽ. യു വേഴ്സസ് ദം റീഡിംഗ് ആണ്. അതായത് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിനോട് എന്താണ്, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് എന്താണ്, ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചർ വരെ. ഓക്കെ, ഒരു പിരമിഡ് ടൈപ്പ് ഒരു റീഡിംഗ് ഉണ്ട്. ഞങ്ങൾക്ക് എൻ്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, സോറി, മൈൻഡിൽ നിന്ന് വിട്ടുപോയി. എനിവേ, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് റീഡിംഗ് ആണ്. ഞാനത് പണ്ട് ചെയ്യുമായിരുന്നു മുമ്പൊക്കെ, പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇന്ന് ആ രീതിക്ക് എടുക്കാം. ഓക്കെ, അതായത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങളുടെ യു വേഴ്സസ് ദം, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിനോട് എന്താ ഫീലിങ്സ്, അവർക്ക് നിങ്ങളോട് എന്താ ഫീലിങ്സ്, ആൻഡ് നിങ്ങൾ തമ്മിൽ ഇനി ഫ്യൂച്ചറിലേക്ക് എന്തായിരിക്കും എന്നുള്ളൊരു ഗൈഡൻസ്. ഓക്കെ, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എല്ലാം നോക്കും നമ്മൾ. ഓക്കെ, ലെറ്റ്സ് സീ. ഇത് നിങ്ങളുടെ ഫീലിങ്സ് ടുവേർഡ്സ് യുവർ പേഴ്സൺ ആണ്. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ്, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ടുവേർഡ്സ് യു, അവരുടെ എനർജി ഇപ്പം എന്താണ് ടുവേർഡ്സ് യു. ഓക്കെ, ആൻഡ് ഇത് നിങ്ങളുടെ എനർജി ടുവേർഡ്സ് ദം ആൻഡ് അവരുടെ എനർജി ടുവേർഡ്സ് യു. അതായത് എനർജിയും അവരുടെ, അതായത് തോട്ട്സ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്ന് പറയാം. ഇത് നിങ്ങളുടെ ഫീലിങ്സ് ആൻഡ് തോട്ട്സ്, ഇത് അവരുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ എന്തായിരുന്നു, ആൻഡ് പ്രസൻറ്റ്, ഫ്യൂച്ചർ, ആൻഡ് ഇതൊരു ഔട്ട്കം കാർഡ് എന്നാണ് നമ്മൾ പറയുക. നിങ്ങൾ തമ്മിൽ എന്തായിരിക്കും ഫ്യൂച്ചർ എന്ന രീതിയിൽ ഒരു അത് പക്ഷേ ചേഞ്ച് ആവും. ഓക്കെ, അത് നമ്മുടെ ആക്ഷൻ അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുന്ന ഒരു ഔട്ട്കമാണ്. ഇതിപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ നോക്കുമ്പോഴുള്ള ഒരു ഔട്ട്കമ്മിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഗൈഡൻസ് 3 of Swords ബോട്ടം ഉണ്ട്, 2 of Wands ഉണ്ട്. ഓക്കെ, ഇവിടെ കൺഫ്യൂഷനും ഹാർട്ട് ബ്രേക്കും കാര്യങ്ങളും കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു ഹാർട്ട് ബ്രേക്ക്. എനിവേ, നമ്മളത് വായിക്കുമ്പോൾ പറയാം ബാക്കി. ഓക്കെ, ഇത് നിങ്ങളുടെ ഫീലിങ്സ് ടുവേർഡ്സ് യുവർ പേഴ്സൺ. എന്താണ് ഇപ്പം നിങ്ങൾ ഫീൽ ചെയ്യുന്നത്? 6 of Pentacles ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒന്നിവിടെ നമ്മൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതായത് നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തിരിച്ച് അതേപോലെ ഒരു കെയർ നിങ്ങൾക്ക് തരുന്നില്ല. നിങ്ങൾ എത്രത്തോളം അതിൽ ഇൻവെസ്റ്റഡ് ആണോ ഈ റിലേഷൻഷിപ്പിൽ, അതുപോലെ അവർ ഇൻവെസ്റ്റഡ് അല്ല എന്നുള്ളൊരു തോന്നലാണ് നിങ്ങൾക്ക്. ഓക്കെ, അങ്ങനെ വേണം, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. ദറ്റ് അവരും നിങ്ങളെ അതേപോലെ നിങ്ങൾ എത്രത്തോളം കൊടുക്കുന്നുണ്ടോ അങ്ങോട്ട് കെയർ, കൺസേൺ ഒക്കെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ കാണിക്കുന്നുണ്ടോ അതുപോലെ അവരും കാണിക്കണം എന്നുള്ള ഒരു തോട്ടായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, ആൻഡ് അവരുടെ ഫീലിങ്സ് ഇപ്പോൾ നിങ്ങളോട് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. വാവ്, വെരി ഗുഡ്. അപ്പോൾ അവർ ആക്ച്വലി കമ്മിറ്റ്മെൻ്റ് കാര്യമാണ് അവരും ആലോചിക്കുന്നത്. അവരും ഈ റിലേഷൻഷിപ്പിൽ വളരെ ഇൻവെസ്റ്റഡ് ആണ്. ഓക്കെ, അവർക്കും ഇതിൽ റിലേഷൻഷിപ്പിൽ ശരിക്കും നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റോടെ നിൽക്കണം എന്ന രീതിക്കുണ്ട്. ചിലവർക്ക് മാരേജ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലവർക്ക് ഇത് മാരീഡ് പേഴ്സൺ ആയിരിക്കാം. നമുക്കത് നോക്കാതെ കൂടുതൽ ഡീറ്റെയിൽ കിട്ടുമ്പോൾ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ പക്ഷേ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കണം എന്ന രീതിക്ക് തന്നെയാണ്. ചിലവർക്ക് മാരേജിൻ്റെ കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ തോട്ട്സ് 9 of Wands. ഓക്കെ, നിങ്ങൾ ലേശം അകൽച്ച വെച്ചിട്ടുണ്ടാവാം ഇപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, നിങ്ങളിപ്പോൾ പേഴ്സണിൽ നിന്ന് ഒരു ലേശം, കാരണം അവർക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും that അവർ എനിക്ക് ഈക്വൽ ആയിട്ട് തരുന്നില്ല. അപ്പം നിങ്ങളുടെ മൈൻഡിൽ എവിടെയോ ചെറിയൊരു ബ്ലോക്കേജ് ഉണ്ട്. ഓക്കെ, 9 of Wands പറയുമ്പോൾ നമ്മളൊരു തടസ്സം അല്ലെങ്കിൽ ഒരു നിങ്ങൾ അവനവനെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, നിങ്ങളൊരു ലേശം പുറകോട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, പേഴ്സൺ വരട്ടെ, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്നുള്ളൊരു വെയിറ്റിംഗ് ആയിരിക്കാം നിങ്ങൾ. പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട്, അവരുടെ മനസ്സിൽ. ഓക്കെ, ടവർ. ഓക്കെ, ഓക്കെ, അവർക്ക് തോന്നുന്നത് ഐ തിങ്ക് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ്, നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ മേ ബി ഈ ഒരു അകൽച്ച, ഓക്കെ, രണ്ടുപേരും തമ്മിലൊരു ബ്രേക്കപ്പ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ദറ്റ് അവരുമായിട്ട് വീണ്ടും ഒരു റീകൺസിലേഷൻ വേണം, ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. അവർക്കും കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹമുണ്ട്. മേ ബി നിങ്ങൾ ഓൾറെഡി വല്ല ബ്രേക്കപ്പിലായിരിക്കാം. ഓക്കെ, ബ്രേക്കിലായിരിക്കാം, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല എന്ന രീതിയിലായിരിക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റിസ്, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, സെയിം തിങ്, ഹാങ്മാൻ. ഓക്കെ, യെസ്, ഇവിടെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഐ തിങ്ക് നിങ്ങൾ ബ്രേക്കിലായിരിക്കാം. ഓക്കെ, ബ്രേക്കപ്പ് എന്ന് പറയുന്നില്ല, ബ്രേക്കിലായിരിക്കാം. ഓക്കെ, ഒരു ചെറിയ അകൽച്ച, ഡിസ്റ്റൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ട്, അവരുടെ ഭാഗത്തുനിന്നും. ഐ തിങ്ക് ഒരു ടവറാണ് കാണുന്നത്. സോ ഇവിടെ ഒരു ഡിസ്റ്റൻസ് എന്ന രീതിയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ജസ്റ്റിസ് ആണ്, ന്യായമാണ്. എന്നൊക്കെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ കാര്യമാണ് അഗൈൻ പറയുന്നത്. നിങ്ങൾ കൊടുത്തത് അങ്ങോട്ട് എന്ത് കൊടുത്തിട്ടുണ്ടോ അതുപോലെ തിരിച്ച് കെയറോ കൺസേണോ എന്ത് തന്നെ ആയിക്കോട്ടെ, സ്നേഹം എല്ലാം. ഓക്കെ, നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട്, അവർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ് നിങ്ങൾക്ക്
അത് തിരിച്ചു വേണം എന്ന് നിങ്ങളുടെ മനസ്സിലാഗ്രഹമുണ്ട്. ആൻഡ് നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ആക്ച്വലി നിങ്ങൾക്ക് ആ കമ്മിറ്റ്മെന്റ് തരാൻ തന്നെയാണ് അവർക്ക് ആഗ്രഹിക്കുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് രണ്ടും പറയുന്നത് അത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ മേ ബി ഈ ഒരു കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു അകൽച്ച വന്നിട്ടുണ്ടാവാം. ഓക്കെ, ആൻഡ് ഇവിടെ പാസ്റ്റിൽ എന്തായിരുന്നു? സണ്ണാണ്. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു, നിങ്ങൾ രണ്ടുപേരും വളരെ ഹാപ്പി ആയിരുന്നു, രണ്ടുപേരും വളരെ ഹാപ്പിനെസ് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അകൽച്ചയുടെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് പ്രസന്റും കൂടെ എടുത്തല്ല, എന്നിട്ട് എടുക്കാം. പ്രസന്റ്, യെസ്, 6 ഓഫ് സോർഡ്സ്. ഓക്കെ, മൂവിങ് ഓൺ എന്ന രീതിക്കാണ്, ഒരു ചെറിയ അകൽച്ച. ഓക്കെ, നിങ്ങൾ തമ്മിൽ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ, മൂവിങ് ഓൺ അല്ലെങ്കിൽ മൂവിങ് ഓൺ എന്ന് പറയാം. സോറി. ഓക്കെ, ഇവിടെ 6 ഓഫ് സോർഡ്സ് ആണ്. 6 ഓഫ് സോർഡ്സ് പറയുന്നത് മൂവിങ് ഓൺ ആണ്. ഓക്കെ, നിങ്ങളിൽ രണ്ടുപേരും മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളായാലും രണ്ടുപേരായാലും ഈ സിറ്റുവേഷനിൽ ഒന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം. ഓക്കെ, ആൻഡ് ഏസ് ഓഫ് സോർഡ്സ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഈ പാസ്റ്റും പ്രസന്റും ഒന്ന് യെസ്, മൂവിങ് ഓൺ ആണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ആക്ച്വലി ഇവിടെ ഞാൻ പറഞ്ഞ പോലെ മേ ബി നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഓക്കെ, മാരീഡ് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിരിക്കാം അവർ ഓൾറെഡി. ഓക്കെ, അവർ വേറെ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും ഓൾറെഡി. ചിലപ്പോൾ അത് കാരണമായിരിക്കാം നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് വന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഹാപ്പി ആയിരുന്നു മുമ്പ്, ശരി തന്നെയാണ്. ഓക്കെ, നിങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷെ അവിടെ അപ്പോഴേക്കും ഒരു സമയത്തിൻ്റെ ഒരു അടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് ആ ഒരു സമയത്തിൻ്റെ ഒരു കാര്യം വന്നു. സമയം ചില ചേഞ്ചസ് വന്നു, കാര്യങ്ങൾ ചിലത് മാറി വന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അവർ വേറൊരു മാരേജ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. മേ ബി ഫാമിലി പറഞ്ഞിട്ടായിരിക്കാം. ഓക്കെ, ഫാമിലി പറഞ്ഞിട്ട് അവർ വേറെ മാരേജിന് തയ്യാറാവുന്നതായിരിക്കാം. ഓൾറെഡി മാരീഡും ആയിരിക്കാം. ഓക്കെ, ആ സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് ഇവിടെ ഉണ്ട്. സോ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്നിപ്പോൾ മാറിപ്പോകുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഹാപ്പി തന്നെ ആയിരുന്നു, നിങ്ങൾ തമ്മിൽ വളരെ ഹാപ്പി ആയിരുന്നു, സന്തോഷമായിരുന്നു. ഓക്കെ, പക്ഷെ അതിൽ ഒരു കാലത്തിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറഞ്ഞൊരു വാക്കൊക്കെയാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ടവർ കാർഡാണ് ഇവിടെ. യെസ്, അപ്പോൾ ഒരു സഡൻ നിങ്ങൾ പ്രതീക്ഷിക്കാതെ അവിടെ ഒരു ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം തീരുമാനിച്ചത് ഇതിൽ മൂവ് ഓൺ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ബിക്കോസ് അവർ വേറെ കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിരിക്കാം. ഓക്കെ, കാരണം മൂവ്മെൻറ്റ് കാണുന്നുണ്ട്, യാത്ര അല്ലെങ്കിൽ ട്രാവൽ മാത്രമല്ല സിറ്റുവേഷനിൽ മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. 6 ഓഫ് സോർഡ്സും മാറിപ്പോകലാണ്. ചാരിറ്റും നമുക്കൊരു മൂവിങ് എന്ന് പറയാം. ഹൈ പ്രീസ്റ്റസ് കാരണമാണ്. സോ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തായിരിക്കാം. നിങ്ങളുടെ ആക്ച്വലി ഈ സൺ എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ തെളിഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞു എന്ന് പറയാം. ഓക്കെ, ചില ലൈക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞു എന്ന രീതിക്ക് പറയാം. ഓക്കെ, ആ കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടിയപ്പോൾ മേ ബി നിങ്ങളായിരിക്കാം തീരുമാനിച്ചത് ദാറ്റ് ഞാൻ മൂവ് ഓൺ ചെയ്യുന്നു എന്ന രീതിയിൽ. ഓക്കെ, 5 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, നഷ്ടത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. യെസ്, ഓക്കെ, നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ ഫ്യൂച്ചറിലേക്ക് ഏസ് ഓഫ് സോർഡ്സ് കാണുന്നുണ്ട്. ഏസ് ഓഫ് സോർഡ്സ് എന്താ പറയുന്നത്? ഇതിവിടെ പാസ്റ്റിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഫ്യൂച്ചറിലേക്ക് ഏസ് ഓഫ് സോർഡ്സ് എന്താ പറയുന്നത്? പുതിയ തുടക്കം എന്ന രീതിക്കാണ് നമ്മൾ പറയാം. നോക്കട്ടെ. അല്ല, സോറി, അവർ ലൈഫിൽ മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് തന്നെയാണ്. അവരുടെ ലൈഫിൽ വേറെ കമ്മിറ്റ്മെൻറ്റ് വരുന്നതായിട്ടാണ് കാണുന്നത്. അവരൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു അവരുടെ ഓൾറെഡി വേറെ കമ്മിറ്റഡ് ആയിരിക്കാം, മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേറൊരു മാരേജ് വരുന്നു എന്ന രീതിക്ക് പറയാം. ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഓക്കെ, ഇതെല്ലാം നിങ്ങൾ എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക പ്ലീസ്. നിങ്ങൾ കേൾക്കുന്നതിനനുസരിച്ച് എടുക്കാം. ഞാൻ അതുകൊണ്ടാണ് അവൻ എന്നൊന്നും പറയാത്തത്. ഓക്കെ, സോ നിങ്ങൾ ആ രീതിക്ക് നിങ്ങൾക്ക് ഏതും എടുക്കാം. ഇവിടെ പറയുന്നത് ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു വേറെ റിലേഷൻഷിപ്പിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അവർ ആ സിറ്റുവേഷൻ അവർക്ക് മാറാൻ സാധ്യതയില്ല. ഓക്കെ, അവരുടെ ലൈഫിൽ വേറെയും ഓപ്ഷൻ വന്നു എന്ന രീതിക്ക് പറയാം. അവർ ആ സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. കാരണം മേ ബി ഫാമിലി പറഞ്ഞിട്ടായിരിക്കാം. ഓക്കെ, ഓൾറെഡി മാരീഡ് ആണെങ്കിൽ യെസ്, ആ സിറ്റുവേഷൻ അല്ല, വേറെ ഫാമിലി ഇപ്പോൾ വേറെ മാരേജ് വരുന്നു എന്നാണെങ്കിൽ ഐ തിങ്ക് അവർ ആ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ആർക്കും. ഓക്കെ, അത് മേ ബി ആ ഫാമിലി പറഞ്ഞുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് അവർ സ്റ്റക്കാണ് അതിൽ. അവർക്ക് അതിൽ ആ കമ്മിറ്റ്മെൻറ്റിന് പുറത്ത് വരാൻ അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ വേറെ ഓപ്ഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി നമ്മൾ ഹൈ പ്രീസ്റ്റസ് നേരത്തെ കണ്ടിരുന്നു. ആൻഡ് ഇവിടെ
സെവൻ ഓഫ് കപ്സും എല്ലാം ഉണ്ട്. സോ മേ ബി അവർക്ക് വേറെ ഒരു ആ പേരിൽ പക്ഷെ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇപ്പം ഉണ്ട്. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, കമ്മിറ്റ്മെന്റ് വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ജസ്റ്റിസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പം അവർ ഒരു കമ്മിറ്റ്മെന്റിൽ അവരാണ്. ഓക്കെ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുക, അവർ സ്റ്റക്കാണ് അതിൽ. ഓക്കെ, ആൻഡ് ഇവിടെ ഔട്ട്കം ലാസ്റ്റ് ജഡ്ജ്മെന്റ് കാർഡാണ്. ഇതിൽ യൂണിവേഴ്സ് ആയിട്ടൊരു ജഡ്ജ്മെന്റ് ചെയ്യും ഇനി, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിൽ യൂണിവേഴ്സ് തീരുമാനിക്കും ഇനി എന്താ കാര്യങ്ങൾ നടക്കുന്നതെന്ന്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂണും ഉണ്ട് നമുക്ക്, സോറി ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണും ഉണ്ടായിരുന്നു ഇവിടെ. സോ ഇവിടെ ജസ്റ്റിസിനി യൂണിവേഴ്സ് ജസ്റ്റിസ് ഓൾറെഡി, ജസ്റ്റിസ്, ജഡ്ജ്മെന്റ്, വീൽ ഓഫ് ഫോർച്യൂൺ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർമ്മയുടെ കാര്യമാണ് പറയുക. അതായത് നമ്മൾ നല്ലത് ചെയ്യാം, നല്ലത് പ്രവർത്തിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ നല്ലത് അത് യൂണിവേഴ്സ് തരും. ഓക്കെ, ഇപ്പോൾ ഈ സിറ്റുവേഷൻ ഇപ്പോൾ എൻഡിങ് ആയാൽ തന്നെ ഓക്കെ, നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് വേറെ നല്ലത് തരുമെന്ന് പറയാം. ഓക്കെ, ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നോക്കട്ടെ, ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സണിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എല്ലാം കൺഫ്യൂഷൻ്റെ കാര്യമാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണിന് അത് വെട്ടിമാറ്റി, ആ റിലേഷൻഷിപ്പ് വെട്ടിമാറ്റി, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വെട്ടിമാറ്റി വരാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ വാക്ക് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ആർക്കോ വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഫാമിലിയുടെ വാക്കായിരിക്കാം, ഓക്കെ, ഫാമിലി പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ അവർ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സ് തീരുമാനിക്കട്ടെ എന്നാണ്. കാരണം അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. 2 ഓഫ് സോഡ്സ്, 2 ഓഫ് വോൺസ്, ഹാങ്മാൻ എന്ന് വെച്ചാൽ ഇത് രണ്ട് നമ്മൾ കൺഫ്യൂഷൻ, നമ്മൾ തീരുമാനം എടുക്കുന്നതായിട്ട് എന്നൊക്കെ പറയും അല്ലേ, 2 വഴി, 2 കാര്യങ്ങൾ, അതിൽ തീരുമാനം എന്ന രീതിക്കാണ് പറയുക. പക്ഷെ അത് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല, അവർ സ്റ്റക്കാണ്, അവർക്കൊന്നും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അവരിപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു ജഡ്ജ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളും ഒരു യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കാൻ, അതായത് ഈ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ തരുമെന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഇവിടെ ഇപ്പോൾ സിറ്റുവേഷൻ സ്റ്റക്കാണ്, വളരെയധികം സ്റ്റക്ക് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർ കമ്മിറ്റ്മെന്റ് കൊടുത്തതുകൊണ്ട് അവർക്ക് അവിടെ ആ സിറ്റുവേഷനിൽ നിന്ന് മാറി വരാൻ സാധിക്കും. നിങ്ങൾ തമ്മിൽ ഈക്വലായിട്ട് ഒരു മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ കമ്മിറ്റ്മെന്റ് തരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് ഐ തിങ്ക് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ മാറിപ്പോണ്ടി വന്നിട്ടുണ്ടാവും. ഓക്കെ, ഒരു 1 ലാസ്റ്റ് കാർഡ്, ഫൈനൽ കാർഡ് ഞാൻ ഔട്ട്കമ്മിൽ എടുക്കുന്നുണ്ട്. നോക്കട്ടെ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുമെന്ന്. ഇതിപ്പോൾ വെയിറ്റിംഗ് ആണ്, എനിക്ക് വെയിറ്റിംഗ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും രണ്ടുപേരും വെയിറ്റ് ചെയ്യുകയാണ്. ഈ സിറ്റുവേഷനിൽ ഒരു ജഡ്ജ്മെന്റ് യൂണിവേഴ്സായിട്ട് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെയാണ്. സ്റ്റാർ, ഹോപ്പ് ഉണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് എടുത്തത്. ഞാൻ ദൈവമേ നല്ലതൊരു കാർഡ് തരണേന്ന്. ഓക്കെ, സ്റ്റാർ ആണ്, ഹോപ്പാണ്, പ്രതീക്ഷയാണ്. ഓക്കെ, കിങ് ഓഫ് വോൺസും ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹമുണ്ട് നിങ്ങളുടെ കൂടെ വരണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം. മാജീഷ്യൻ ഉണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം അവർ മനസ്സിലാഗ്രഹം. എനിക്ക് പറയുമ്പോൾ എനിക്ക് വളരെ ഒരു ഇമോഷണൽ ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ സ്ട്രെസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ സ്ട്രെസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ യൂണിവേഴ്സ് ഇവിടെ ഒരു ജഡ്ജ്മെന്റ് ചെയ്യും. ഓക്കെ, അതിലൊരു പ്രതീക്ഷ വെക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അഡ്വൈസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാതിരിക്കുക, വെയിറ്റിംഗ് എനർജിയിൽ ഇരിക്കരുത്. ഓക്കെ, പ്രതീക്ഷ വെക്കണം, പക്ഷെ എന്താ പറയുക, എന്തൊരു വാക്ക് പറയും, പക്ഷെ കാത്തുകൊണ്ടിരിക്കേണ്ട. ഓക്കെ, അത് നടക്കുന്നവരെ നിങ്ങൾ കാത്തുകൊണ്ടൊന്നും ഇരിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക, നല്ല രീതിക്ക് നിങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഇതിൽ നിന്നൊരു പോസിറ്റീവ് മെസ്സേജസ് വരും നോക്കാം. എന്തായാലും ഞാൻ ഈ ഡെക്ക് എടുത്ത് വെച്ചു. സോ ലെറ്റ്സ് സീ. ഓക്കെ, യു വേഴ്സസ് ദം എന്ന രീതിയിൽ എടുക്കാമെന്ന് നമുക്ക് കേട്ടോ, അങ്ങനെ പറയാം. ഓക്കെ, ശരി. നിങ്ങളിപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് യൂണിവേഴ്സ് പറയുന്നത്? ലവേഴ്സ് കാർഡാണ്. യെസ്, അഗെയിൻ കൺഫ്യൂഷൻ്റെ കാര്യം തന്നെയാണ്. കോഫിൻ, ഡ്രാഗൺ ഫ്ലൈ, വേൾഡ്, പ്രപ്പോസൽ. വാവ്, ഓ സൺ കാർഡ് ഇത് കണ്ടു. ഓപ്പൺ യുവർ ഹാർട്ട് ടു ദ എനോർമസ് ഗ്രോത്ത് അഹെഡ് നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ്. നമുക്ക് നേരത്തെ ഒരു സൺ കാർഡ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ വീണ്ടും സണ്ണിൻ്റെ ഒരു കാര്യം വന്നിട്ടുണ്ട്. സോ നമുക്കൊരു പോസിറ്റീവായിട്ട് നമുക്കൊരു സൈനായിട്ട് എടുക്കാം. ദാറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് സ്റ്റാർ കാർഡും വന്നിരുന്നു അല്ലേ. ലവേഴ്സ് ആണ്. സോ ഇവിടെ ലവേഴ്സ് കാർഡ് നമുക്ക് റിലേഷൻ്റെ കാര്യമാണ്. ബട്ട് ഇവിടെ നമ്മൾ മോസ്റ്റ്ലി പറയാറ് 2 പാർട്സ് അഹെഡ് എന്നാണ്. ഓക്കെ,
നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ചോയ്സ് ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ചോയ്സ് വിട്ട് തരുന്ന പോലെയാണ്. പക്ഷേ ജഡ്ജ്മെന്റ് വന്നിട്ട് അതിൻ്റെ കൂടെ അത് പേഴ്സൺ സ്റ്റക്കാണ്. യെസ്, അപ്പം നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കാതിരിക്കുക, നിങ്ങൾ തീരുമാനം എടുക്കുക. നിങ്ങളുടെ കയ്യിൽ യൂണിവേഴ്സ് വിട്ട് തന്നിരിക്കുകയാണ്. നിങ്ങൾക്കിത് വെയിറ്റ് ചെയ്യണോ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, സിറ്റുവേഷൻ ഇങ്ങനെയാണ്, നിങ്ങൾക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലാണ്. അല്ല നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിലും യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിൽ വിട്ട് തന്നിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് കോഫിൻ നാച്ചുറൽ എൻഡിങ്സ് അബൌണ്ട് ടേക്ക് കെയർ വിത്ത് യുവർ ഹെൽത്ത്. ഓക്കെ, ചിലവർക്ക് സിറ്റുവേഷൻസ് ടോട്ടലി ടവർ കാർഡ് ഉണ്ടായിരുന്നു, നമ്മുടെ ഡെത്ത് ഉണ്ടാവാം, ഡെത്ത് കാർഡ് ആയിരിക്കാം. ഓക്കെ, അതായത് എൻഡിങ്സ് എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനവനെ ഒന്ന് കെയർ ചെയ്യാം. ഓക്കെ, സെൽഫ് കെയർ ചെയ്യാം. ഓക്കെ, ആൻഡ് ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്. ഹാവ് കോൺഫിഡൻസ് ഡ്യൂറിങ് ദിസ് ടൈം ഓഫ് ഗ്രേറ്റ് ജോയ് റിന്യൂവൽ ആൻഡ് കണക്ഷൻ ടു സ്പിരിറ്റ്. ഓക്കെ, ഇതിവിടെ യൂണിവേഴ്സ് പറയുന്നത് എവിടെയോ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, പോസിറ്റീവായിട്ട് മൈൻഡ് വെക്കാം. ഓക്കെ, എന്തെങ്കിലും ഇതിപ്പോൾ തകർന്നു, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മുന്നോട്ട് ഫ്യൂച്ചർ കാണുന്നില്ല എന്ന് വിചാരിച്ച് എല്ലാം തകർന്നു എന്ന് വിചാരിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് വേറെ എന്തെങ്കിലും നല്ലത് കൊണ്ടുവരും. ആൻഡ് വേൾഡ് ബി ഓപ്പൺ. ഓക്കെ, നല്ലത് കൊണ്ടുവരും. ഞാൻ പറഞ്ഞു, ബി ഓപ്പൺ ടു ന്യൂ പോസിബിലിറ്റീസ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, മാറ്റം വരുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ കേട്ടോ, അല്ലാതെ ഈ റിലേഷൻ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും. ഓക്കെ, ആൻഡ് ഇവിടെ പ്രപ്പോസൽ ഉണ്ട്. റൊമാൻറ്റിക് ഓർ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻഡിക്കേറ്റഡ്. ചിലവർക്ക് ഈ പേഴ്സൺ തിരിച്ചു വരുന്നതായിരിക്കാം. ഓക്കെ, പേഴ്സൺ ഞാൻ ഓൾറെഡി പറഞ്ഞവർക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹമുണ്ട്. മേ ബി ആ പേഴ്സൺ വന്നിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസ് ആണ്. മേ ബി ആ ചോയ്സ് ആയിരിക്കാം നിങ്ങളുടെ മുമ്പിൽ. 2 വ്യക്തികൾ ചോയ്സ് വരുമായിരിക്കും. ഓക്കെ, 2 വഴി, അതായത് ഇതിൽ നിൽക്കണോ വേണ്ടേ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, ആ ഒരു തീരുമാനം നിങ്ങളെടുത്ത് മുന്നോട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോവുക. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഒന്നുമില്ലെങ്കിൽ ഈ പേഴ്സൺ തിരിച്ചു വരും ചിലവർക്ക്. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട്, കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളത്, കാരണം ഇവിടെ ഞാൻ വലിയ ഹോപ്പ് ഞാൻ പറയില്ല, അതായത് ഒരു മാരേജ് പ്രപ്പോസൽ എന്ന രീതിക്ക് ഞാൻ അത്ര പറയില്ല. ഇവിടെ ഓൾറെഡി മാരീഡ് ആയ സിറ്റുവേഷൻസ് ആണെങ്കിൽ അവിടുന്ന് അത് വിട്ടുതരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അല്ലാത്ത സിറ്റുവേഷൻസിലുള്ളവർക്ക് നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, 2 തരത്തിൽ നമുക്ക് എടുക്കാം. സോ സൺ കാർഡ് ഉണ്ട്, എന്തായാലും പോസിറ്റീവായിട്ട് ഇരിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരുമെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പറയുക, എനിക്ക് എന്താണോ നല്ലത് അതെൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരിക. ഈ വ്യക്തി എനിക്ക് നല്ലതാണെങ്കിൽ, എൻ്റെ ഫ്യൂച്ചറിലേക്ക് നല്ലതാണെങ്കിൽ മാത്രം ആളെ എനിക്ക് തരിക എന്ന രീതിക്ക് മാത്രം പ്രാർത്ഥിക്കാം. ഓക്കെ, സോ എനിവേ പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.